വെൽക്കം ടു സക്സസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGL ടയർ 1 ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. 13 ഓഗസ്റ്റ് 2021 ഷിഫ്റ്റ് 1 നടന്ന ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who among the following was elected as the president of Veterinary Council of India in January 2021? January 2021 president of Veterinary Council of India president ആയിട്ട് തന്നിരിക്കുന്നതിൽ ആരെയാണ് എലക്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഉമേഷ് ശർമ്മേനെയാണ് വെറ്റിനറി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തത്. ഈ വെറ്റിനറി കൗൺസിൽ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് വെച്ചിട്ടാണ് ഈ വെറ്റിനറി കൗൺസിൽ കൊണ്ടുവന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3, ഉമേഷ് ശർമ്മയാണ് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. നൗ മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following statement about സ്വാമി ദയാനന്ദ സരസ്വതി ഈസ് ഇൻകറക്റ്റ്? തന്നിരിക്കുന്നതിൽ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഹി ഓതർഡ് ദ ബുക്ക് സത്യരത് പ്രകാശ്. അത് കറക്റ്റാണ്. അദ്ദേഹമാണ് സത്യരത് പ്രകാശ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. അദ്ദേഹമാണ് ആര്യ സമാജിന്റെ ഫൗണ്ടർ. അത് ആ ഓപ്ഷനും കറക്റ്റാണ്. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലാണ്. ആ ഓപ്ഷനും കറക്റ്റാണ്. അദ്ദേഹം ബ്രഹ്മസമാജിന്റെ ഫൗണ്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓപ്ഷൻ തെറ്റാണ്. ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തത്. സോ ഓപ്ഷൻ 4 ആണ് തെറ്റായിട്ടുള്ളത്. നൗ മൂവിംഗ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, who among the following had written Kitabul Hind that gave an incisive description of the early 11th century of India? 11ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തരുന്ന കിതാബുൽ ഹിന്ദ് എന്ന് പറഞ്ഞ ബുക്ക് ആരാണ് എഴുതിയതെന്നാണ് ക്വസ്റ്റ്യൻ. അൽബറൂണിയാണ് എഴുതിയത്. ആ സമയത്ത് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചും ഇന്ത്യയുടെ കൾച്ചർ എങ്ങനെയാണെന്നും ഒക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിതാബുൽ ഹിന്ദിയിൽ നിന്ന് കിട്ടും. അത് എഴുതിയത് അൽബറൂണിയാണ്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. നൗ moving on to the fourth question, which of the following is the application of science such as physics, chemistry, biology, computer science and engineering to matters of law and to the identification of various facts of civil investigation? സിവിൽ ഇൻവെസ്റ്റിഗേഷനകത്ത് സയൻസിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഫോറൻസിക് സയൻസ് എന്നാണ് ഉത്തരം. ഫോറൻസിക് സയൻസിനകത്ത് അവർ ഒന്നുകിൽ നമ്മുടെ DNA ഉപയോഗിച്ച് അല്ലെങ്കിൽ എത്ര കാലം പഴക്കം ചെന്ന ഇതാണെന്നൊക്കെ ഇൻവെസ്റ്റിഗേഷനകത്ത് അവർ ഉപയോഗിക്കും. ഇതാണ് സയൻസിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതെല്ലാം. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3, ഫോറൻസിക് സയൻസ്. നൗ മൂവിംഗ് ഓൺ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ആസ് പെർ ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് 2021-22 how many regional institute of virology will be set up? എത്ര റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ആണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നതാണ്. 4 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ആണ് യൂണിയൻ ബഡ്ജറ്റ് 2021-22 അനുസരിച്ചിട്ട് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിൽ ഹെൽത്ത് ആൻഡ് റിസർച്ചിന് വേണ്ടിയിട്ട് ₹2663 crore ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ തവണത്തെ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവർ ഡിജിറ്റൽ ബഡ്ജറ്റാണ്. ഇത് അവതരിപ്പിച്ചത് ഡിജിറ്റലായിട്ടാണ്. സോ 4 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻഡമിക് ഇപ്പോൾ കൊറോണ വന്നു, അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൂട്ടുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് ഇതെല്ലാം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജീസ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. നൗ മൂവിംഗ് ഓൺ ടു ദ സിക്സ്ത് ക്വസ്റ്റ്യൻ, in
the first ever ice climbing festival was celebrated in Dash Valley in January 2021. First ever ice climbing festival എവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ന്യൂബ്ര വാലി വെച്ചിട്ടായിരുന്നു. ന്യൂബ്ര വാലി വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് എവർ ഐസ് ക്ലൈംബിംഗ് ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തത്. 7 ദിവസത്തെ ഒരു ഇതായിരുന്നു ഈ ഐസ് ക്ലൈംബിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നാല് സ്ത്രീകൾ ഉൾപ്പെടെ 18 പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഈ ഐസ് ക്ലൈംബിംഗ് ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നത്. ഇത് ന്യൂബ്ര അഡ്വഞ്ചർ ക്ലബ്ബാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1 ന്യൂബ്ര. Now moving on to the 7th question. Which of the following places is famous for a copper mine? Copper mine പേര് കേട്ട സ്ഥലം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. K3 ആണ്. K3 copper mine. ഇത് രാജസ്ഥാനിലാണ്. 1884 ഇതിൻ്റെ ഓപ്പറേഷണൽ ഡെയിലി ഓപ്പറേഷണൽ സീസ് ചെയ്തതാണ്. ഇത് ഓൺ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ മൈൻസ് ലിമിറ്റഡ് ആണ് ഇത് ഓൺ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1 K3 ആണ് കോപ്പർ മൈന് പ്രശസ്തമായ. Now moving on to the next question. Who among the following was one of the founder of Hindustan Republic Association? Hindustan Republic Association ഫൗണ്ടർ തന്നിരിക്കുന്നതിൽ ആരാന്നാണ് ക്വസ്റ്റ്യൻ. രാംപ്രസാദ് ബിസ്മിൽ ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ ഫൗണ്ടറായിട്ട് ഉള്ള ആള്. ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുക എന്നുള്ള മെയിൻ എയിം വേണ്ടി ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. എങ്ങനെയും ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാം, വേണമെങ്കിൽ ആംഡ് റിബല്യൻ വഴിയും ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുക എന്നുള്ളൊരു എയിം. അതായിരുന്നു ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു മെമ്പറായിരുന്നു രാംപ്രസാദ് ബിസ്മിൽ, ഫൗണ്ടിങ് മെമ്പർ ആയിരുന്നു. Now moving on to the next question. In which of the following years was the Planning Commission of India set up? എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് സെറ്റപ്പ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. 1950 ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ്. ഇവരാണ് 5 year പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷനെ 2015 റീപ്ലേസ് ചെയ്ത 2050 January 1 നീതി ആയോഗ് റീപ്ലേസ് ചെയ്തു പ്ലാനിംഗ് കമ്മീഷനെ. സോ ഇപ്പം നീതി ആയോഗാണ് ചീഫായിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത ബോഡി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3 1915 പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. Now moving on to the 10th question. Bahumara Picture Plant Sanctuary is located in which of the following state? Bahumara Picture Plant Sanctuary തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ബഹുമാര പിക്ചർ പ്ലാന്റ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്യുന്നത് മേഘാലയയിലാണ്. സൗത്ത് ഗാരോ ഹിൽ ഡിസ്ട്രിക്റ്റിലെ മേഘാലയയിലെ സൗത്ത് ഗാരോ ഹിൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ ബഹുമാര പിക്ചർ പ്ലാന്റ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ബഹുമാര പിക്ചർ പ്ലാന്റ് സാങ്ച്വറിക്ക് ഈ പേരിൽ കിട്ടിയത് നെപ്പന്തസ് ഖാസിയാന എന്ന് പറഞ്ഞ നെപ്പന്തസ് ഖാസിയാന എന്ന് പറഞ്ഞ ഒരു ഇൻസെക്ടിവോറസ് ആയ പിക്ചർ പ്ലാന്റിൽ നിന്നാണ് അവർക്ക് ഈ ബഹുമാര പിക്ചർ പ്ലാന്റ് സാങ്ച്വറി എന്നുള്ള ഈ നെയിം കിട്ടിയത്. ഈ മേഘാലയയിലെ സൗത്ത് ഗാരോ ഹിൽ ഡിസ്ട്രിക്റ്റിലെ എൻഡമിക് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ നെപ്പന്തസ് ഖാസിയാന എന്ന് പറയുന്നത്. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4 മേഘാലയ ആണ് ഉത്തരം. ബഹുമാര പിക്ചർ പ്ലാന്റ് സാങ്ച്വറി മേഘാലയയിലാണ്. Now moving on to the 11th question. In December 2020, the Ministry of Home Affairs declared the entire state of Dash as a disturbed area for 6 more months under the Armed Force Special Act വെച്ചിട്ട്
ഏത് സ്റ്റേറ്റിനെയാണ് 6 മാസത്തേക്കും കൂടി ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്തതെന്നാണ്. നാഗാലാൻഡിനെയാണ് ഡിക്ലെയർ ചെയ്തത് ആസ്പ വെച്ചിട്ട് 6 മാസം കൂടി ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട്. കാരണം അവിടെ കൂടുതൽ ലൂട്ടിങ്ങും അക്രമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഗവൺമെൻറ് നാഗാലാൻഡിനെ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. Now moving on to the next question. Who among the following won the 3rd Rabindranath Tagore Literacy Prize for his novel The City and the Sea in December 2020? The City and the Sea എന്ന് പറഞ്ഞ നോവലിന് തന്നിരിക്കുന്നതിൽ ആർക്കാണ് 3rd രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് ലഭിച്ചേക്കുന്നതെന്നാണ്. The City and the Sea എഴുതിയത് സിദ്ധാർത്ഥ ശർമ്മയാണ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫ് എഡിറ്റർ ആണ്. അദ്ദേഹത്തിനാണ് 2020 3rd രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് ലഭിച്ചത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3 സിദ്ധാർത്ഥ് ശർമ്മ. Now moving on to the next question. In which of the following years was the second round table conference in London held? Second round table conference നടന്നത് 1931 1931. 7th September 1931 മുതൽ 1st December 1931 വരെയായിരുന്നു ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നടന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ്. ഗാന്ധിജി ഇർവിൻ പാക്ട് ഒക്കെ ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1 1931 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത്. Now moving on to the next question. Unique transaction reference number is a dash character code used to uniquely identify a transaction in RTGS system. ഈ RTGS സിസ്റ്റത്തിൽ ഒരു യൂണിക് ട്രാൻസാക്ഷൻ നമ്പർ ഉണ്ട്. അത് എത്ര ക്യാരക്ടർ ഉള്ള നമ്പർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അത് 22 ക്യാരക്ടറാണ് ഈ യൂണിക് ട്രാൻസാക്ഷൻ നമ്പറിന്. ഈ UTR നമ്പറിന് ഈ UTR നമ്പർ ഉപയോഗിച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ UTR നമ്പർ ഹെൽപ്പ് ചെയ്യും. ഇതൊരു 22 ക്യാരക്ടർ ഉള്ള നമ്പറാണ്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. Now moving on to the next question. Who among the following is a Padma Vibhushan awardee of 2021? 2021 Padma Vibhushan awardee തന്നിരിക്കുന്നതിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. സുദർശന സഹോനാണ് പത്മവിഭൂഷൺ 2021 തന്നിരിക്കുന്നതിൽ ലഭിച്ചിരിക്കുന്നത്. മോമാദാസിന് പത്മശ്രീ 2021 ലഭിച്ചിട്ടുണ്ട്. സുമിത്ര മഹാജനും ഇദ്ദേഹത്തിനും സുമിത്ര മഹാജനും 2021 പത്മഭൂഷണാണ് കിട്ടിയത്. പൊളിറ്റീഷ്യൻസ് ആയ തർലോക്കൻ സിംഗിനും സുമിത്ര മഹാജനും പത്മഭൂഷണാണ് ലഭിച്ചേക്കുന്നത്. അപ്പോൾ സുദർശൻ സഹോനാണ് ഈ തവണ തന്നിരിക്കുന്നതിൽ പത്മവിഭൂഷൺ അവാർഡി 2021 ആയിട്ട് കിട്ടിയേക്കുന്നത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1 സുദർശൻ സഹോ. Now moving on to the next question. Which of the following is not a town or city on the west coast of India? West coast of India ഒരു ടൗൺ ഓർ സിറ്റി അല്ലാത്തത് തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. സൂറത്ത്. സൂറത്ത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ്. ഗോപാൽപൂർ. ഗോപാൽപൂർ ഒഡീഷയിലാണ്. ഒരു കോസ്റ്റൽ ടൗൺ ആണ് ഇൻ ഒഡീഷ. ഇത് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ്. ബേ ഓഫ് ബംഗാളിലാണ് ഇതുള്ളത്. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2 ഗോപാൽപൂർ ആണ്. കാർവാറും മാംഗ്ലൂരും കർണാടകയിലുള്ള
ടൗണുകളാണ്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2 ഗോപാൽപൂർ. Now moving on to the next question. Which of the following is a process in which hot, less dense materials rise upward and are replaced by colder, more dense material? തന്നിരിക്കുന്നതിൽ ഏത് പ്രോസസ്സാണ് ചൂടായിട്ടുള്ള പാർട്ടിക്കിൾസ് ചൂട് ഏറ്റ് കഴിയുമ്പോഴത്തേക്കും അവർ മുകളിലോട്ട് പോയിട്ട് താഴെ കൂളർ മെറ്റീരിയൽസ് വരും. ആ ഒരു പ്രോസസ്സിന് എന്താണ് നെയിം എന്നാണ് ക്വസ്റ്റ്യൻ. കൺവെക്ഷൻ എന്നാണ് നെയിം. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4 കൺവെക്ഷൻ. കൺവെക്ഷനിലാണ് ചൂടായിട്ടുള്ള പാർട്ടിക്കിൾസ് മുകളിലോട്ട് പോയിട്ട് താഴെ കൂളർ പാർട്ടിക്കിൾസ് ഹൈലി ഡെൻസ് ആയിട്ടുള്ള കൂളർ പാർട്ടിക്കിൾസ് താഴെ വരും. ഈ പ്രോസസ്സിൻ്റെ നെയിം കൺവെക്ഷൻ എന്നാണ്. Now moving on to the next question. Who among the following replaced Morarji Desai as the Prime Minister of India in 1979? 1979 മൊറാർജി ദേശായിനെ റീപ്ലേസ് ചെയ്തിട്ട് തന്നിരിക്കുന്നതിൽ ആരാണ് പ്രൈം മിനിസ്റ്റർ ആയെന്നാണ് ക്വസ്റ്റ്യൻ. ചരൺ സിംഗ് ആണ്. ചരൺ സിംഗ് ആണ് ഇന്ത്യയുടെ 6th പ്രൈം മിനിസ്റ്റർ. അദ്ദേഹമാണ് ഏറ്റവും കുറവ് കാലം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്ന ആളെന്ന് പറയുന്നത്. മൊറാർജി ദേശായി ഇന്ത്യയുടെ 5th പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം 1979 to 1980 വരെയാണ് ഇന്ത്യൻ PM ആയിട്ട് സെർവ് ചെയ്തത് ചരൺ സിംഗ്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. Now moving on to the next question. Which of the following has the same dimension as that of linear momentum? Linear momentum അതേ ഡയമെൻഷണൽ ഫോർമുല ഉള്ളത് തന്നിരിക്കുന്നതിൽ ഏതിനാണ് ക്വസ്റ്റ്യൻ. ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതായത് മാസ് ഇൻറ്റു L/T which is equal to mL(T⁻⁻1) എന്നാണ് ലീനിയർ മൊമെന്റത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത്. തന്നിരിക്കുന്നതിൽ ഇമ്പൾസിനാണ് ലീനിയർ മൊമെന്റത്തിന്റെ അതേ ഡയമെൻഷണൽ ഫോർമുല വരുന്നത്. ഇമ്പൾസിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് വരുന്നത് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. സോ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ mL(T⁻⁻2) ആണ്. ഇൻറ്റു ടി വരും, ഇൻറ്റു ടൈം അല്ലേ. സോ mL(T⁻⁻1). സോ ഇമ്പൾസിനാണ് ലീനിയർ മൊമെന്റത്തിന്റെ അതേ ഡയമെൻഷണൽ ഫോർമുല തന്നിരിക്കുന്നതിൽ ഉള്ളത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1. Now moving on to the next question. Gurudwara Padalpuri Sahib is located in the bank of which river? ഏത് റിവറിന്റെ ബാങ്കിലാണ് ഗുരുദ്വാര പാടൽപുരി ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സത്ലജിന്റെ ബാങ്കിലാണ്. ഗുരു ഹരിഗോവിന്ദിനെയും ഗുരു ഹരിസിംഗിനെയും ക്രിമേറ്റ് ചെയ്തത് ഈ ഗുരുദ്വാര പാടൽപുരിയിലാണ്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2 സത്ലജ്. ഈ ഗുരുദ്വാര പാടൽപുരി ഉള്ളത് സത്ലജിന്റെ തീരത്താണ്. Now moving on to the next question. Who won the Toyota Thailand Open Women's Single title in Bangkok in January 2021? January 2021 ടൊയോട്ടോ തായ്ലൻഡ് ഓപ്പൺ വുമൺ സിംഗിൾസ് ടൈറ്റിൽ വിൻ ചെയ്തേക്കുന്നത് തന്നിരിക്കുന്നതിൽ ആരാന്നാണ് ക്വസ്റ്റ്യൻ. കരോളിന മാറിനാണ് വിൻ ചെയ്തേക്കുന്നത്. ചൈനീസ് തായ് ദുസൂയിങ്ങിനെ തോൽപ്പിച്ചിട്ടാണ് കരോളിന മാറിൻ ടൊയോട്ട തായ്ലൻഡ് ഓപ്പൺ വുമൺ സിംഗിൾസ് ടൈറ്റിൽ വിൻ ചെയ്തേക്കുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. Now moving on to the 22nd question. Which of the following scheme is aimed at helping accelerate the uptake of broadband internet service? Broadband internet സർവീസിന്റെ അപ്ടേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. PM വാണി എന്നാണ്.
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് PM വാണി എന്ന് പറഞ്ഞ ഈ സ്കീം ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആക്സിലറേറ്റ് ദ അപ്ടേക്ക് ഓഫ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസ് ആണ് ഇതിൻ്റെ മെയിൻ എയിം. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3 PM വാണി എന്നാണ് ഈ സ്കീമിൻ്റെ നെയിം. Now moving on to the next question. Dash is the structural and functional unit of kidney. കിഡ്നിയുടെ സ്ട്രക്ചറലും ഫങ്ഷണലുമായ യൂണിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നെഫ്രോൺ. നെഫ്രോൺ ആണ് കിഡ്നിയുടെ ഏറ്റവും സ്ട്രക്ചറലും ഫങ്ഷണലുമായ യൂണിറ്റ് എന്ന് പറയുന്നത്. കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലെ ഒരു ഔട്ടർമോസ്റ്റ് ബ്രെയിനിലെ ഒരു പാർട്ടാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. യൂറിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്യൂബ്യൂളാണ്, യൂറിനറി ബ്ലാഡറിനെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ്യൂളാണ് യൂറിറ്റർ എന്ന് പറയുന്നത്. മെഡുല എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഏറ്റവും പുറകിലെ പിൻഭാഗത്തെ ബ്രെയിനിനെ പറയുന്നതാണ് മെഡുല എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1. നെഫ്രോൺ ആണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. ഇത് എക്സ്ക്രീഷന് നെഫ്രോൺ ഹെൽപ്പ് ചെയ്യും. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ വോൾട്ട് ഈസ് എ യൂണിറ്റ് ഓഫ്. ഇലക്ട്രോൺ വോൾട്ട് തന്നിരിക്കുന്നതിൽ ഏതിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. എനർജിയുടെ യൂണിറ്റ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിലും ഇതിനകത്തൊക്കെയാണ് ഈ ഇലക്ട്രോൺ വോൾട്ട് യൂസ് ചെയ്യുന്നത്. എനർജിയുടെ വേറൊരു യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ആംപിയർ. So our option is option 4, energy. Now moving on to the next question. For which of the following franchisee team did AB de Villiers play in IPL 2020? AB de Villiers ഏത് ടീമിലേക്കാണ് IPL 2020ക്ക് വേണ്ടി പ്ലേ ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത് IPL 2020യിൽ. അദ്ദേഹം ഒരു സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്ററാണ്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഡിസ്കസ് ചെയ്ത SSC CGL ടയർ 1 ക്വസ്റ്റ്യൻ ഓഗസ്റ്റ് 13 നടന്ന ഷിഫ്റ്റ് 1ലെ ടയർ 1 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.